Good morning, all. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് ഓട്ടിസം. Autism spectrum disorder is a neurodevelopmental condition that affects communication, social interaction and behavior. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ ആണ്. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെയും സോഷ്യൽ ഇന്ററാക്ഷനെയും അതുപോലെ ബിഹേവിയറിനെയാണ് ഇത് ബാധിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3 years ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ സിംറ്റംസ് ഒക്കെ കണ്ടുതുടങ്ങാൻ സാധിക്കും. The main ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്, റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, സെൻസോറി സെൻസിറ്റിവിറ്റീസ്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? സോഷ്യലി വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഐ കോണ്ടാക്ട് ആയിരിക്കും അവർക്ക്, ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും, ഒറ്റയ്ക്ക് കളിക്കാണെങ്കിൽ പ്രിഫേഴ്സ് ടു പ്ലേ എലോൺ, ലിമിറ്റഡ് സോഷ്യൽ റെസ്പോൺസ് ഇപ്പോൾ അവരെ പേരൊക്കെ എടുത്ത് വിളിക്കുകയാണെങ്കിലും ചിലപ്പോൾ അവരതിന് പ്രതികരിക്കാൻ തിരിഞ്ഞു നോക്കണം എന്നൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിലേഡ് സ്പീച്ച് ഓർ നോ സ്പീച്ച്, ഒന്നുകിൽ സംസാരിക്കുന്നത് വൈകുക അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുക. റിപ്പീറ്റ് വേർഡ്സ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നീഡ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ലിമിറ്റഡ് ജസ്റ്റേഴ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ഇനി ബിഹേവിയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ റെപ്പറ്റേറ്റീവ് മൂവ്മെന്റ്സ് ആയിരിക്കും. ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സ്ട്രിക്റ്റ് റുട്ടീൻ ആയിരിക്കും. സ്ട്രോങ് ഇൻട്രസ്റ്റ് ഇൻ സ്പെസിഫിക് ഒബ്ജക്ട്സ്, ചില സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനോട് അവർക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും. റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഇതിന്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കി. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടിട്ട് വരാം. പ്രീനേറ്റൽ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. സിംഗിൾ നോൺ കോസ്. നോ റെസ്പോൺസ് ടു. ഇനി നമുക്ക് ഏർലി സയൻസ് എന്തൊക്കെയാണ്? ഏർലി സയൻസ് എന്തെങ്കിലും നമുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താവുന്ന എന്തെങ്കിലും സയൻസ് എന്ന് പറയുന്നത്, അതിന്റെ സൈനായിട്ട് പറയുന്നത് നോ റെസ്പോണ്ട് ടു നെയിം, പേര് വിളിച്ചാൽ ശ്രദ്ധിക്കാതിരിക്കുക. ലിമിറ്റഡ് ഐ കോണ്ടാക്ട്, ഡിലേഡ് സ്പീച്ച്, ലാക്ക് ഓഫ് പ്രിറ്റൻഡ് പ്ലേ. ഇനി ഓട്ടിസം നമുക്ക് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ തന്നെ ഒബ്സർവേഷനിലൂടെ ആയിരിക്കും കണ്ടെത്താൻ പറ്റുന്നത്. അത് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റൽ സ്ക്രീനിങ്ങിലൂടെ നമുക്കറിയാം എന്തെങ്കിലും മൈൽ സ്റ്റോൺ ഒക്കെ അവർ സ്കിപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളിൽ സൈക്കോളജിക്കൽ ആൻഡ് മെഡിക്കൽ ഇവാലുവേഷനിലൂടെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഇവരെ എങ്ങനെയായിരിക്കും നമ്മളുടെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക, ക്ലിയർ ആൻഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ കുറച്ചുകൂടി കൊടുക്കേണ്ടത്. എന്തായിരിക്കും പേരൻസിന്റെ റോൾ ഇതില്? കൺസിസ്റ്റന്റ് റൂട്ടീൻ ആയിട്ട് എൻകറേജ് കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, കൊളാബറേഷൻ വിത്ത് ടീച്ചേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി, കാരണം കുട്ടികൾ കൂടുതൽ സമയം ചിലപ്പോൾ ചിലവഴിക്കുന്നത് സ്കൂളിലായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സിലൂടെയും കുറെ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അവരെ ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഏർലി ഇന്റർവെൻഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. സ്പീച്ച് തെറാപ്പി കൊടുക്കാം, ഒക്യുപേഷണൽ തെറാപ്പി കൊടുക്കാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എന്താണ് പിന്നെ നമ്മൾ ഏർലി ഇന്റർവെൻഷനിലൂടെ നമുക്ക് എന്താണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ, എൻഹാൻസസ് സോഷ്യൽ സ്കിൽസ്, റെഡ്യൂസസ് ബിഹേവിയറൽ ചാലഞ്ചസ്, പ്രൊമോട്ട്സ് ഇൻഡിപെൻഡൻസ്. ഓട്ടിസം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ് ബട്ട് എ ഡെവലപ്മെന്റൽ കണ്ടീഷൻ. അതൊരു അസുഖം എന്നുള്ളതല്ല, പക്ഷെ അതൊരു ഡെവലപ്മെന്റിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റിൽ വരുന്ന പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. വിത്ത് മോണ്ടിസോറി ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് ഏർലി ഇന്റർവെൻഷൻ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം ക്യാൻ ലേൺ ആൻഡ് ഗ്രോ. കുട്ടികളെ സംബന്ധിച്ച് നല്ല ഒരു കെയറും സപ്പോർട്ടും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും മാറ്റങ്ങൾ, അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചിന്തിക്കുന്നത് വേറൊരു രീതിയിലാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ലോകത്തെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ ഓട്ടിസത്തിന്റെ ഒരു പ്രത്യേകത. അതല്ലാതെ അതൊരു രോഗമായിട്ട് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, താങ്ക് യു. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.